ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഹിച്ചിങ്ങിലുള്ള ലാവൻഡർ ഫീൽഡ് കാണാനായിട്ടാണ്. ഇവിടെ നോക്കിയാൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഫാമാണിത്. പക്ഷേ ഞങ്ങൾ വന്നത് സ്റ്റാർട്ടിങ്ങിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ചില ഏരിയാസിലാണ് ഇങ്ങനെ നല്ല ലാവൻഡർ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുമ്പോൾ നല്ല രസമുണ്ട്. നമുക്ക് പിക്സൊക്കെ അടിപൊളിയായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ കുറേ ഫോട്ടോഷൂട്ടും അങ്ങനെ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ ധാരാളം ഫോട്ടോഷൂട്ടും എല്ലാം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇത് വന്നിട്ട് ചെറിയൊരു ഔട്ടർ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം, വാ. എൻട്രി ടിക്കറ്റ് അഡൾട്ട്സിന് വരുന്നത് £8 ആണ്. അത് നമുക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് അവിടെ പോയത്. ഞങ്ങൾ പോയ ടൈമിൽ നമുക്ക് സൺഫ്ലവർ ഫീൽഡൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സൺഫ്ലവർ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഭംഗിയോട് കൂടി സൺഫ്ലവറും ലാവൻഡറും കാണാൻ പറ്റും. 21 ഓഗസ്റ്റ് വരെയാണ് ഈ ഫീൽഡ് അവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ കാറായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ലെഗ്സിലൊക്കെ ഇതിൻ്റെ മുള്ളൊക്കെ കൊണ്ട് ചെറുതായിട്ട് ഉറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാനായിട്ട്. അപ്പോൾ ചെറിയ പിള്ളേരും നമ്മൾ നന്നായി തന്നെ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടുത്തെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് വന്നിട്ട് ഒരു 35 ഏക്കറോളം ലാവൻഡർ ഫീൽഡാണ് ഉള്ളത്. ഇത് കൂടാണ്ട് സൺഫ്ലവറിൻ്റെ ഫീൽഡ് വേറെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അതായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ചിങ്ങനെ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിലൊക്കെ കയറി പിള്ളേർക്ക് നന്നായിട്ട് കളിക്കാം. പിന്നെ കുറച്ച് ബെഞ്ചസ് കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലൊക്കെ ഇരുന്നിട്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാവുന്നതാണ്. ലാവൻഡർ ഫീൽഡ് വന്നിട്ട് 9 AM to 8 PM ആണ് എല്ലാ ദിവസവും ഉള്ളത്. പക്ഷേങ്കിൽ വെനസ്ഡേ മാത്രം അവർ 1 hour എക്സ്ട്രാ പ്രവർത്തിക്കാറുണ്ട്. അതായത് 9 AM to 10 PM ആണ് ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ഈ വെനസ്ഡേനെ ഗോൾഡൻ അവർ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ പോയതുകൊണ്ട് അവിടുത്തെ ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളും ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബാഗിലിങ്ങനെ ഇരുന്നിട്ട് ഫുഡൊക്കെ ഒത്തിരി ചിളകുകയും പിളിങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല വിശപ്പായതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. നമുക്കിവിടെ ലാവൻഡർ കാണാൻ മാത്രമല്ല, നമുക്ക് ആവശ്യത്തിന് പിക്ക് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു £4 കൊടുത്താൽ ഇങ്ങനൊരു ബാഗ് അവിടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും നിറച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. പിന്നെ സീസേഴ്സും തരും കേട്ടോ, അത് പിക്ക് ചെയ്തെടുക്കാൻ നമുക്ക് പറിക്കാം. പറിക്കട്ടെ? അത് പറിക്കാനായിട്ടൊരു ഇതുണ്ട്, അറിയാലോ. തണ്ടോടുകൂടി
കൊണ്ട് പറിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ പറിച്ചിട്ടുണ്ട്. ബാഗ് ഫുള്ളാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഈ ലാവൻഡർ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട് ഒരു കഫറ്റീരിയ പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഈ ലാവൻഡർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ഓർഗാനിക് സാധനങ്ങൾ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ലാവൻഡർ തന്നെ അവർ ഡ്രൈ ചെയ്തിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ആവശ്യത്തിന് നമുക്കിഷ്ടമുള്ള പോലെയൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ ലാവൻഡർ വെച്ചിട്ട് സോപ്പ്, പിന്നെ ചോക്ലേറ്റ്സ്, ഈവൻ വൈൻ വരെ ഞാൻ അവിടെ ശ്രദ്ധിച്ചായിരുന്നു. എല്ലാ സാധനങ്ങളും അവർ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. പിന്നെ അതുകൂടാണ്ട് പലതരത്തിലുള്ള ആൻറ്റിക് സാധനങ്ങളും ഞങ്ങളവിടെ കണ്ടായിരുന്നു. പിന്നെ ഈ ടവൽസ്, ബെഡ്ഷീറ്റ്സ് അങ്ങനത്തെ ഉള്ള സാധനത്തിനൊക്കെ ലാവൻഡർ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് അതും അവർ പ്രത്യേകം വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അതിൻ്റെ പുറത്തായിട്ട് ചെറിയൊരു നഴ്സറി ഉണ്ടായിരുന്നു. അവിടെ പലതരത്തിലുള്ള ലാവൻഡർ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കൂടാണ്ട് അവിടെ ഒരു ചെറിയ ഏരിയ പ്ലേ ഗ്രൗണ്ടായിരുന്നു. ചെറിയ പിള്ളേർക്ക് കളിക്കാനായിട്ടൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.